സമരം തുടങ്ങുന്ന സമയത്ത് 3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. ആ കുടിശ്ശിക സമരമുഖത്ത് വന്ന് 27-ാം ദിവസമാണ് അത് കുടിശ്ശിക തീർത്ത് തരുന്നത്. അപ്പോൾ അതിനിടയിൽ 4 തവണ, ഇപ്പോൾ 89 ദിവസമാണ് സമരം തുടങ്ങിയിട്ട്. ഇതിനിടയിൽ 4 തവണ ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിലെല്ലാം ഞങ്ങൾ ഈ വിഷയം വളരെ കൃത്യമായി ഉന്നയിച്ചു. പ്രതിമാസം ഓണറേറിയം അല്ലെങ്കിൽ വേതനം പ്രതിമാസം നൽകുക എന്നുള്ളത് ഏതൊരു തൊഴിലിനും അത്യാവശ്യമായ കാര്യമാണ്, അടിയന്തരമായ കാര്യമാണ്. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടു, അത് നൽകുമെന്നും പറഞ്ഞു. ഇനി മുതൽ കുടിശ്ശിക വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും കുടിശ്ശിക എത്തിയിരിക്കുകയാണ്. ഒന്നാമത് ഫെബ്രുവരി മാസം സമരത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് പണിയെടുത്തു. ആ പണിയെടുത്ത ദിവസങ്ങളിലെ ഓണറേറിയം ഇതുവരെ തന്നിട്ടില്ല. അത് ഞങ്ങൾ മന്ത്രിയുടെ മുന്നിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വെച്ചു. പരിഗണിക്കുമെന്ന് പറഞ്ഞു. മാസം 2 പിന്നീടാണ് നടന്നിട്ടില്ല. മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും വീണ്ടും കുടിശ്ശിക ആയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത്? എല്ലാവർക്കും കുടിശ്ശികയുണ്ടോ? എല്ലാവർക്കും കുടിശ്ശികയുണ്ട്. ആർക്കും കൊടുത്തിട്ടില്ല, ആർക്കുമില്ല. മാർച്ച് മാസത്തെ ഇൻസെൻറ്റീവ് കൊടുത്തിട്ടുണ്ട്, ഓണറേറിയം ആയിട്ടില്ല. ഏപ്രിൽ മാസത്തെ ഓണറേറിയം ഇൻസെൻറ്റീവ് ഉണ്ട്. ഇപ്പോൾ മെയ് മാസം ഇന്ന് 9-ാം തീയതിയാവുന്നു. അപ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? പണിയെടുത്താൽ കൂലി കൊടുക്കണ്ട എന്ന് പറയുന്നത് വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് സർക്കാരിൻ്റെ ഒരു പ്രൊസീജിയർ മാത്രമാണ് ധനവകുപ്പ് അനുവദിക്കുക എന്നുള്ളത്. അതും എപ്പോഴാണ് ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം വളരെ ചുരുക്കത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനി പല ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ട് ഓരോ ആശമാരുടെ അക്കൗണ്ടിലെത്താൻ മിനിമം 2 ആഴ്ചയെങ്കിലും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവർക്കത് തോന്നുന്നു എന്നുള്ളതാണ് അർത്ഥം തരുന്നത്. ഈ സമരമുഖത്തിരിക്കുമ്പോഴും കേരളത്തിലെ ആളുകൾ വന്നിട്ട് ആശാവർക്കർമാരെ സഹായിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ തൃശ്ശൂർ കണ്ടു, പൊതുജനങ്ങൾ വന്ന ആശാവർക്കർമാരുടെ അക്കൗണ്ടിലേക്ക് മല്ലിക സാരാഭായി അടക്കമുള്ള ആളുകൾ ആശാവർക്കർമാർക്ക് ജീവിക്കാൻ വേണ്ടി പണം അവരുടെ നേരിട്ട് അക്കൗണ്ടിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരിക്കണം. ആദ്യമായിട്ടാണ് അങ്ങനെ വരുന്നത്. ജനങ്ങൾ അവർക്ക് വേതനം കൊടുക്കാൻ തയ്യാറാവുന്നു. എന്നിട്ട് പോലും ചെയ്ത ജോലിയുടെ കൂലി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഇത് ശക്തമായി ഭരണകൂടം ഇടപെടേണ്ട കാര്യമാണ്. കാരണം കോടതിയുടെ മുന്നിൽ കേസ് വന്നപ്പോൾ പറഞ്ഞു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. കോടതി കേസ് ജൂൺ 6 മാറ്റിയിരിക്കുകയാണ്. എവിടെ കമ്മിറ്റി രൂപീകരിച്ചു? ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അടിമുടി കള്ളമാണ് പറയുന്നത്. വ്യാജ പ്രസ്താവന നടത്തുക, സമരക്കാരെ പറഞ്ഞിടാൻ വേണ്ടിയിട്ടുള്ള വ്യാജ ആരോപണങ്ങളും പ്രസ്താവനകളും മാത്രമാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് സമ്പൂർണ്ണ പരാജയം തന്നെ നമുക്ക് പറയാം. Subscribe to One India and never miss an update.